നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ആർ ജെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് ഫോണുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നുമല്ല, യൂസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഫോൺ ഐഫോണാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 2018 18 ഡിസംബർ ആ ടൈമിലാണ് ഞാൻ ഒരു ഐഫോൺ സ്വന്തമാക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് 6000 രൂപ വില ആ സമയത്ത് വന്നിട്ടുണ്ട്. 16 GB വരുന്ന ഐഫോൺ 5s, അതാണ് ഈ ഫോൺ. ഈ ഫോണിൻ്റെ ഇപ്പോഴും ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ വർക്കിങ്ങും എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഒരു സെക്കൻഡറി ഫോണായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് ഈ ഫോൺ. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഇതാണ്ടേ ഇപ്പോഴും പക്ക നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടിരിക്കുന്ന ഒരു ഫോണാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ബ്രൈറ്റ്നസ് ഫുള്ളിട്ട് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അന്നത്തെ പോലെ തന്നെ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെ ഇതിപ്പോഴും പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഫസ്റ്റ്, അതായത് ഐഫോണിൻ്റെ ജനറേഷൻ തുടങ്ങിയതിന് ശേഷം ഇത് സത്യത്തിൽ 2013 ഈ ഐഫോൺ 5s ലോഞ്ച് ചെയ്യുന്നത്. 2013, അതായത് ഫസ്റ്റ് ടച്ച് ഐ ഡിയിൽ ഇറക്കുന്ന ഒരു ഐഫോണാണ് ഇത് 5s. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2018 കിട്ടിയത്. ഇപ്പോൾ 2025, ഏകദേശം ഒരു 2 വർഷം മാത്രം ഞാൻ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്തു. ഒരു ലാഗോ കാര്യങ്ങളോ അന്നത്തെ സമയത്ത് എനിക്കില്ലായിരുന്നു. നോർമലായിട്ട് വേറെ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡറി ഫോണായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത ഈ ഫോണാണ്. ഇത് ക്യാമറയും എല്ലാം ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. നോക്ക്, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫോണ് ഇത്രയും വർഷം നിൽക്കുന്നത് എന്ത് കാരണത്താലാണ്? ആപ്പിളിനെ കുറിച്ച് കുറ്റം പറയുന്നവർ ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഐഫോണിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, ആൻഡ്രോയിഡിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഫോണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു. അതാണ് ഈ ഒരു ഐഫോൺ 5s വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. കാരണം ഇത്രയും വർഷമായിട്ട് യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പീസാണിത്. ഞാൻ ഏകദേശം 2 വർഷം യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ അനിയന് കൊടുത്തിരിക്കുന്നത് ഫോൺ. അവനെ നല്ല കേസൊക്കെ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഈ ഫോണ് ഉപയോഗിച്ചത്. നോക്കൂ സുഹൃത്തുക്കളെ, ആപ്പിളിൻ്റെ ലോഗോയിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളതല്ലാതെ ഡിസ്പ്ലേക്ക് ഡാമേജോ സ്ക്രാച്ചസോ ഒന്നും തന്നെ ഇല്ല. ബട്ടൻ്റെ കളർ പോലും പോയിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം ആണ് ഐഫോൺ 5s ആ സമയത്ത്. ഇപ്പോഴും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ കാണാൻ സുഹൃത്തുക്കളെ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ 5s വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് രണ്ടാമത്തെ ഫോൺ, ഐഫോൺ 8. ഇത് ഞാൻ 2021 ആ ടൈമിലാണ് ഞാനിത് വാങ്ങിക്കുന്നത് സെക്കൻഡ് ഹാൻഡായിട്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് വാങ്ങിക്കുന്നത്. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് സെക്കൻഡ് ഫോൺ വാങ്ങിക്കുന്നത്. നാട്ടിലെ ഒരു 15-16 രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നു. 256 GB സ്റ്റോറേജ് ഉള്ള ഫോൺ തന്നെയാണിത്. അത് ഞാൻ വാങ്ങിച്ച 5s അന്നത്തെ ടൈമിൽ 16 GB ഉള്ളായിരുന്നു. ആ സമയത്ത് 38 GB അതുപോലെ 64 GB ആയിരുന്നു ടോപ്പ്. ഇതങ്ങനെയല്ല, ഇത് 512 GB വരെ ഉണ്ടായിരുന്നു. അതിൽ 256 GB ആണ് ഈ ഒരു മോഡൽ, ഈ ഒരു സാധനം. ഇതും ഞാൻ സെക്കൻഡറി ഫോണായിട്ട് തന്നെ എൻ്റെ കൂടെ യൂസ് ചെയ്തതാണ്. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം നല്ല ചില്ലറ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയായിരുന്നു അത് ആ ടൈമിൽ.
ഇതും ഏകദേശം ഒരു 3 വർഷം സെക്കൻഡറി ഫോണായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കായിട്ടൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ഐഫോണുകൾ അതിൻ്റെ ലുക്കും വർക്കിംഗ് പെർഫോമൻസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകിന് കാശ് കളഞ്ഞ് ഞാൻ വാങ്ങിച്ചത്. കളഞ്ഞെങ്കിലും അതിപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. അന്ന് വാങ്ങിച്ച ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പോഴും ഉണ്ട് പെട്ടിക്കകത്ത്. അതിന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അത് ഡെഡായിട്ട് തന്നെ കിടക്കുകയാണ്. എന്താ ആവശ്യത്തിന് വീട്ടിൽ അച്ഛൻ്റെ ഫോണ് കേടായ സമയത്ത് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കടയിൽ പോയപ്പോൾ അതിൻ്റെ ബാറ്ററി ഐ സി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പോയി. അപ്പോൾ അവർ പറയുന്നത് 3000 രൂപ ആകും അത് റെഡിയാക്കിയിട്ടുണ്ട്. പറഞ്ഞു ശരി, ഫോൺ തിരിച്ച് തന്നേക്ക്, റെഡിയാക്കുന്നില്ല. 3000 രൂപ കൂടെ 1000 കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺ വേറെ കിട്ടില്ലേ, സെക്കൻഡ് ഫോൺ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻഡ്രോയിഡ് ഫോൺ കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും ആൻഡ്രോയിഡും ഐഫോണും തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല ഗൈസ്. അപ്പം സംഭവം ഇത്രയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളിലേക്ക്. അപ്പോൾ ഈ 2 ഫോണുകളാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഫോണുകൾ തന്നെ. 2 പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കൂ, 2ലും ടച്ച് ഐ ഡി കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് 256 GB. ഇത് നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ, അതിൻ്റെ അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും ഫോട്ടോയും കല്യാണത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടിട്ടുണ്ട്. ഇൻ കേസ് നമ്മുടെ ഇരിക്കുന്ന ഫോണിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഉപകരിക്കുമല്ലോ, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇടാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ 2 ഫോൺ വെച്ചിട്ട് നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. കാരണം ഇത്രയും കാരണം കൈ തന്നെ നമുക്ക് പിടിക്കാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. നോക്കി കണ്ടോ, ഇതിന് ഹെഡ്ഫോണിൻ്റെ ജാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ബ്ലൂടൂത്ത് ആണ് അന്നോട്ട് യൂസ് ചെയ്യാനും വീഡിയോ ഒക്കെ കാണാനും എല്ലാം. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഹൈ തന്നെയാണ് ഈ ഐഫോൺ 8. ഇപ്പോഴും 8+, 7+, ഇപ്പോഴും ഒരു സെക്കൻഡറി ഫോണായിട്ടല്ല, ഒരു ഫസ്റ്റ് ഫോണായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർ നിലവിലുണ്ട്. ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.